ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇഞ്ചി വിളവെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട്, അത് പറിക്കാനായിട്ട് പോവുകയാണേ. ഇന്ന് ഭയങ്കര വെയിലായതുകൊണ്ടേ മറ്റു ജോലികളൊന്നും നടക്കത്തില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്. ആ ഇഞ്ചി ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പറിച്ചെടുത്താൽ അത് നമുക്ക് കുറച്ച് ചിരണ്ടി ചുക്കാക്കാം, പിന്നെ കുറച്ച് ഒന്നുകൂടെ നട്ട് വെക്കാം. നമ്മൾ ഈ ഇവിടെ മണ്ണിലാണ് നട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അച്ഛൻ അവിടുത്തെ എല്ലാം മണ്ണ് വെട്ടി ഏലത്തിന് കൊണ്ടിടുവാണ്. അപ്പോൾ ആ വെട്ടി വന്ന് ഇഞ്ചിയെല്ലാം വെട്ടിക്കളയും. അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇഞ്ചി പറിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഈ തൂമ്പായൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. കൊട്ടയും തൂമ്പായും ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ആദ്യം കുറച്ച് ഞാനൊന്ന് മാന്തി നോക്കിയായിരുന്നേ. അപ്പോൾ ഓർത്തതൊരു തൊട്ടയും തൂമ്പായും കൂടെ കൊണ്ടുവരാൻ കൂടുതലുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചതിനൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതിനകത്ത് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛന് വെയിലായതുകൊണ്ട് കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് ഞാൻ തന്നെയുള്ളൂ വീഡിയോ ഒക്കെ പിടിക്കാൻ. അതുകൊണ്ട് ഇതേപോലെ വലിയ ഇഞ്ചിയാണേ, അത് വെട്ടിയെടുക്കണം. തൂമ്പായ്ക്ക് നമ്മൾ കിളച്ചെടുക്കണം. നമ്മളാണെങ്കിൽ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ നട്ട് കിളുത്ത് വന്നാൽ അത് നമ്മൾ പറിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും. അതുപോലെ തന്നെ കടയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാലേ മൊത്തം വിഷവും മറ്റ് ഇതൊക്കെ അല്ലേ, മായം കലർന്നതാണ്. അപ്പോൾ ഇഞ്ചിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ വളമൊക്കെ ചേർത്ത് ഇവിടെ തന്നെ ഞാൻ വളമൊന്നും ചേർത്തിട്ടില്ലേ. ജസ്റ്റ് ഒന്ന് ഒരു എടുത്ത് കിളച്ചിട്ട് അവിടോട്ട് നട്ട് വെച്ചെന്നേ ഉള്ളൂ. മറ്റു വളങ്ങളൊന്നും ചേർത്തില്ല. ഇതിൽ നിന്ന് പറിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. താഴോട്ടൊക്കെ ഉണ്ടായിരുന്നതെല്ലാം പറിച്ചൊക്കെ എടുത്ത്. അപ്പോൾ അത് കിളച്ച് നോക്കാം, ഇഞ്ചി എത്രയും നമുക്ക് ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത് പറിച്ചിട്ട് ഞാൻ ഇനി എന്നാർക്കെന്നറിയാമോ, ഇത് കുറേ ചാക്ക് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചാക്കിനകത്ത് ഇത് നട്ട് വെക്കുവാണെങ്കിൽ കുറേ കൂടെ വലിയതായിട്ട് നമുക്ക് ഇഞ്ചി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിലേ, ഞാൻ കുറേ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കുറേ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാമെങ്കിൽ, മണ്ണും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ മണ്ണിന് കുറച്ച് ഇളക്കം കിട്ടുന്നത് കൊണ്ട് നന്നായിട്ട് ഇഞ്ചി ഉണ്ടാകും. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പറിക്കുന്നത്. ഇപ്പം മേടമാസമൊക്കെ ആയില്ലേ, ഈ മാസത്തിലൊക്കെയാണ് എല്ലാവരും ഈ ഇഞ്ചിയൊക്കെ കുഴിച്ച് വെക്കുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി താമസിച്ച് പോയി. എനിക്ക് ഏലത്തിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഇഞ്ചിയിലോട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഇനി അതെല്ലാം ചെയ്യണം. നമുക്ക് ഇതുകൊണ്ട് വലിയ ഇഞ്ചിയാണ്, ഇത്രയും വലിയ ഇഞ്ചിയാണ് കിട്ടുന്നത്. വളമൊന്നും ഇട്ടില്ലെങ്കിലും ഇതിനകത്തൊരു നാച്ചുറലായിട്ടൊരു വളം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വളത്തിൽ കൂടെ അങ്ങ് വളരും. മറ്റേ വളമൊന്നും ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ. ഹൈറാഞ്ചാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരം ചൂടാണ്. നമ്മുടെ ദേഹമൊക്കെ അങ്ങ് നീറുന്ന പോലത്തെ ഒരു ചൂടാണേ. അതുകൊണ്ട് തന്നെ തണലുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഞാനിങ്ങനെ കിളയ്ക്കാമെന്ന് വിചാരിച്ചത്. അത് കിളച്ച് എടുത്തിട്ട് ചാക്കിനകത്ത് നടണം. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വീട്ടിൽ എല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാർക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് നമുക്ക് ഈ ഓരോ ഇഞ്ചി നടുക എന്നുള്ളത്. ഇഞ്ചി ചെറിയ കവറും ഒക്കെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ അരിയൊക്കെ വാങ്ങിക്കുന്ന ചെറിയ ചാക്കൊക്കെ ഇല്ലേ, 5 കിലോയുടെ അരിയൊക്കെ വാങ്ങിക്കുന്ന ചെറിയ സഞ്ചിയില്ലേ, അങ്ങനെ സഞ്ചി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറല്ലേ, ചെടിച്ചട്ടി അല്ലെ, ചെറിയ നമ്മൾ പൊട്ടിപ്പോയ ബക്കറ്റൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എന്തിനകത്തേലുമൊക്കെ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിനകത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഇഞ്ചിയുടെ ഒരു കഷ്ണം ഇങ്ങനെ നട്ട് കൊടുക്കുക. നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് തന്നെ ചെയ്തെടുക്കാം. അത് എല്ലാ വീട്ടമ്മമാർക്കും, അതിനായിട്ട് പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ ചെടിച്ചട്ടിയൊക്കെ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കുന്നവരാക്കും കൂടുതലും പേരല്ലേ, അവർക്കൊക്കെ ഈസി ആയിട്ടത് നട്ട് കിളിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഇതാണെങ്കിൽ ഒത്തിരി വർഷം ആയിട്ട് ഞങ്ങൾക്കിവിടെ ഉള്ളതാണ് ഈ ഇഞ്ചി കൃഷി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ നട്ട ഇഞ്ചിയാണ്. ഇത് അമ്മയുടെ ഒരു ഓർമ്മയും കൂടാണ്. അമ്മ എവിടുന്നോ കൊണ്ടുവന്ന് നട്ടൊരു വിത്താണ് ഞങ്ങളുടെ ചെറുപ്പത്തിൽ. ഇപ്പോൾ എത്ര വർഷമായി, ഇപ്പോൾ അമ്മ മരിച്ചിട്ട് തന്നെ ഞങ്ങൾ 15 വർഷമായി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്രയും വർഷം ആ ഇഞ്ചിയുടെ തന്നെ വിത്ത് ഞങ്ങൾ കളയാതെ മാറ്റി നട്ട് സൂക്ഷിച്ച്, അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഇഞ്ചി നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ഒരു ഓർമ്മയും കൂടെ ഇത്. അപ്പോൾ
ഇത് നമ്മൾ ഈ ഇഞ്ചി പറിക്കുമ്പോഴും അതൊരു കറിക്കായിട്ട് നമ്മൾ പോയി എടുക്കുമ്പോഴും ഒക്കെ അമ്മയെ ഓർക്കും. എന്നുവെച്ചാൽ അമ്മ കൊണ്ടുവന്ന് നട്ടതാണല്ലോ എന്നൊരു അമ്മയുള്ള സമയത്താണെങ്കിൽ അമ്മ എല്ലാം പച്ചക്കറി എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുവേ. അന്ന് ഇത്രയും പന്നിയുടെ ശല്യമൊന്നും ഇല്ല. ആദ്യ കാലത്തൊക്കെ പന്നി ഉണ്ടായിരുന്നെങ്കിലും അതേപോലത്തെ ശല്യമാണ് ഇപ്പോഴും. പക്ഷേ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും അത്ര പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പച്ചക്കറി, അത് ചീനി, കപ്പ, പയർ, തുമര, നമ്മുടെ മെയ്സ്, ഒരുപാട് സാധനങ്ങൾ, ബീൻസ്, അതുപോലെ നമുക്ക് ഈ റാഗി ഉണ്ടല്ലോ, റാഗി ഇവിടെ പഞ്ഞപ്പുല്ലെന്നാണ് അതിന് പറയുന്നത്. ആ പഞ്ഞപ്പുല്ല് ഇതെല്ലാം ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ചോളമില്ലേ, ചെറിയ ചോളം, ഇങ്ങനെ മലര് പൊട്ടി വരുന്നത്ര ചെറിയ ചോളം, ആ ചോളം, അങ്ങനെ സകല സാധനങ്ങളും. പിന്നെ അങ്ങേയറ്റം കരനെല്ലിൻ്റെ കൃഷി വരെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവിധ ഇതേപോലെ തന്നെ ചേമ്പ്, ചേന, കാച്ചിൽ എല്ലാം അമ്മ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊന്നും വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലായിരുന്നേ. ചെറുപ്പത്തിൽ അമ്മ കൊണ്ടുവന്ന് ഇതെല്ലാം കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ അമ്മ തന്നെ സ്വന്തമായിട്ടാണ് ഇതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ക്ഷാമകാലമൊക്കെ വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ വേനൽക്കാലമൊക്കെ വരുമ്പോഴത്തേനും ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് നമുക്ക് മിക്കവാറും എല്ലാ പച്ചക്കറിയും തന്നെ നമുക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് നമുക്ക് കഴിക്കാമായിരുന്നു. ഇപ്പം ഈ ചേമ്പും ചേനയൊക്കെ നട്ടെന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും കഴിക്കാൻ വയ്യല്ലോ. മിക്കവാറും എല്ലാവർക്കും ഷുഗറൊക്കെ അല്ലേ. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്, ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ, കാച്ചിലും ഉണ്ട്. ചേന അങ്ങനെയില്ല. ഈ വർഷം കുറച്ച് ചേനയും കൊണ്ട് നടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഇഞ്ചി പറിച്ച് തീരാറായി. കണ്ടോ, വലിയ ഇഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. വെട്ടുമ്പോഴത്തേനും മുറിഞ്ഞൊക്കെ വരിക, എന്നാലും വലിയ കുഴപ്പമില്ല. അത് ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു കൊട്ട ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് ഇത്രയും വലിയ ഇഞ്ചി ഉണ്ടോ, ഇത്രയും വലിയ ഇഞ്ചിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കണ്ടോ, എല്ലാവരും ഈ ഇഞ്ചി കൃഷിയായിട്ടല്ല, നമ്മുടെ വീട്ടിൽ അടുക്കള തോട്ടത്തിൽ ഒരു മൂട് ഇഞ്ചി എല്ലാ സ്ത്രീകളും അത് നട്ട് വെക്കണമെന്നാണ് എൻ്റെ. സ്ത്രീകളും നല്ല പുരുഷന്മാർക്കും നടണം കേട്ടോ. പുരുഷന്മാരാണല്ലോ കൂടുതലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിനകത്ത് കണ്ടതാണ് ഒരാൾ പിന്നെ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി കൃഷി ചെയ്ത് അത് കച്ചവടം ചെയ്യുന്നല്ല, ഇഞ്ചി കൊണ്ട് വിൽക്കാനായിട്ട്. നമുക്ക് വിൽക്കാനൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. അവധിക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ബന്ധുക്കാരൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉണങ്ങിയൊക്കെ വെക്കാം. ബാക്കി നമുക്ക് നടാം. ഇതിവിടെ എല്ലാം കാടാണ് കേട്ടോ. ഈ കാടൊക്കെ കയറി കിടക്കുമായിരുന്നു ഈ ഭാഗം മൊത്തം. അപ്പോൾ അച്ഛനാണെങ്കിൽ ഏലത്തിന് മണ്ണിടാനായിട്ട് ഇവിടെയൊക്കെ തെളിച്ച് മണ്ണ് വെട്ടി വരിക. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് പറിച്ചെടുത്താലേ നമ്മളെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇഞ്ചി പറിച്ചിട്ട് പറയാം. ഈ വേനൽ ചൂടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് ഇതൊന്ന് പറിച്ചിട്ട് വേണം കയറി പോകാനായിട്ട്. വീട്ടിനകത്തിരുന്നാലും ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങി എനിക്ക് തോന്നുന്നു പിന്നെ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. വീടിനകത്തിരിക്കുന്ന അത്രയും പ്രശ്നം പുറത്തില്ല. പുറത്ത് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്, എന്നാലും ചൂട് കാറ്റാണ് അടിക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ ഇത്രയും ചൂടില്ലായിരുന്നു കേട്ടോ. ഇവിടെ എത്ര വെയിലാണെന്ന് പറഞ്ഞാലും നമ്മൾ തണലത്തോട്ട് കയറിയിരുന്നാൽ പിന്നെ തണുപ്പായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു വർഷം അങ്ങനല്ല, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. നാട്ടിൻപുറത്തെ പോലൊക്കെ തന്നെ ചൂടാണ് ഇവിടെയും. നാട്ടിൻപുറത്തെ പോലെ അല്ല, നാട്ടിൻപുറത്തേക്കാൾ അധികം ചൂടാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഏലമൊക്കെ പിടിച്ച് നിൽക്കുവാൻ നടത്തില്ല. എല്ലാ സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്, ഇവിടെ മഴ പെയ്തുമില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ എല്ലാം പ്രശ്നമാകും. ഏലമൊക്കെ ഉണങ്ങുമോ എന്നൊരു പേടിയുണ്ട്. വെള്ളമില്ല. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏലത്തിനൊന്നും അടിച്ചു കൊടുക്കാൻ കുടിവെള്ളം തന്നെ ഇല്ല. കുടിവെള്ളം തന്നെ വാങ്ങിക്കുവാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക. ഒരു ടാങ്ക് വെള്ളം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 2000 ലിറ്റർ വെള്ളം ഒന്നിച്ച് കൊണ്ടുവരുവേ.
ആ 2000 ലിറ്റർ വെള്ളത്തിന് നമ്മൾ 800 രൂപ കൊടുത്താണ് മേടിക്കുന്നത്. 2000 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എന്നാ ഉണ്ട്, 2-3 പേര് കുളിച്ച് അലക്കി ഭക്ഷണമൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും, പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ തന്നെ, ബാത്റൂമിൽ പോക്കും ഒക്കെ കഴിയുമ്പോൾ തന്നെ അത് ഒരാഴ്ച തന്നെ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം വെള്ളം മേടിക്കണമെന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ദ്രോഹം കൊണ്ടാകട്ടോ, അല്ല നമുക്ക് വെള്ളം സുലഭമായിട്ട് കിട്ടും. കാരണം ഗവൺമെൻറ് നമുക്ക് നല്ല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മലയുടെ മുകളിൽ തന്നെയാണ് ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് അടിച്ച് തരുവാണെങ്കിൽ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ ഒരു മാസത്തിൽ 350-400 അല്ലെ 500 ആയിക്കോട്ടെ, ഒരു മാസം അങ്ങ് കൊടുത്താലും നമുക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടും. പണ്ടൊക്കെ ഞങ്ങൾ തലച്ചുമടയാണ് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 2-3 മാസം ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടതയായിരുന്നു. നമ്മൾ വെളുപ്പിനെ 4 മണിക്കും 3 മണിക്കും ഒക്കെ പോയി ഓലി എന്ന് പറയും, നമ്മൾ ഇറങ്ങിയിരുന്ന് കോരാവുന്നിടമാണ്. അപ്പോൾ അത് ചെറിയ ഉറവ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തർ വരുന്നതനുസരിച്ചാണ് അവരുടെ ടേണ്. ആ ടേണിനനുസരിച്ച് നമ്മൾ വെള്ളം കോരി എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് അന്നിപ്പം സ്കൂളിനൊക്കെ അവധിയാണല്ലോ ഈ 2 മാസക്കാലം. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ആ ഓലയുടെ അടുത്ത് തന്നെയാണ്. രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് 2-3 കലം വെള്ളവുമായിട്ട് നമ്മൾ വീട്ടിലെത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ ഒരാൾ വീട്ടിലിരുന്ന് ഭക്ഷണം പാകം ചെയ്യും. അങ്ങനെ ഒക്കെയാണ് ഈ മലമുകളിലെ ജീവിതം എന്ന് പറയുന്നത്. വളരെ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി നമുക്ക് വെള്ളമൊക്കെ വന്നെങ്കിലും നമ്മൾ ആൾക്കാർ ശരിയല്ല. ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യം, വെള്ളം തരാൻ നമുക്ക് കിട്ടുന്നത് തരാതിരിക്കുന്ന ഒരു മനസ്സാണല്ലോ മനുഷ്യർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊക്കെ കഴിക്കുന്നത് കണ്ടോ. ഇഞ്ചി, ഒരു കൊട്ട ഇഞ്ചി കിട്ടി കേട്ടോ. ഇത് നമുക്ക് ഈ ഇഞ്ചി കൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ കൊണ്ട് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ എല്ലാവരും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ ഇന്നത്തേക്കിന് എല്ലാവർക്കും ബൈ പറയുന്നു. നട്ടു വെക്കണം. ചാണകമുള്ളതിൽ ആദ്യം ഒന്ന് ചാണകത്തിലൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ടേ, അല്ലാണ്ട് ചാക്കിനകത്ത് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ആരോഗ്യത്തോടെ ഉണ്ടാകും. ചാക്കിനകത്താകുമ്പോൾ വളം വേറെ അങ്ങോട്ട് പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ നടാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ എല്ലാവരും ഇന്ന് കമൻറ്റും പറയുക. അപ്പോൾ എല്ലാവരും ഈ ഇഞ്ചി കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ലൈക്ക്, ബൈ, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.